ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വാഹനം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ബ്രേക്ക് എടുത്ത് കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്ത് പിന്നെയും ഓടുമ്പോൾ ഈ വാർണിംഗ് ലൈറ്റ് കാണിക്കത്തില്ല ഒരു 75 കിലോമീറ്റർ വരെ. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇപ്പം പൊതുവേ AMT വാഹനങ്ങളുടെ ഒരു കളി തന്നെയാണ്. അതായത് നമുക്കറിയാം AMT വാഹനങ്ങൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. AMT വാഹനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഒരു ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിനെ മാറ്റിമറിച്ചൊരു വാഹനമാണ് AMT. അപ്പോൾ ഈ AMTയിൽ പൊതുവേ പലരും പല കംപ്ലയിൻറ്റ്സ് ഉയർത്താറുണ്ട്, അല്ലെങ്കിൽ പറയാറുണ്ട്. അതായത് എൻ്റെ വാഹനത്തിന് ഇന്ന കംപ്ലയിൻ്റ് ഉണ്ട്. കാരണം പുതിയ എടുക്കുന്നൊരു വാഹനത്തിന് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻസും വരാറില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ യൂസേജ് കൂടുന്നതിനനുസരിച്ച് ഓരോ കംപ്ലയിൻസ് ആയിട്ട് പതുക്കെ തലപൊക്കി കാണിക്കും. അതുപോലെ തന്നെ ഇപ്പം AMTക്ക് ഒരുപാട് കംപ്ലയിൻസ് ഇതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് പല കസ്റ്റമേഴ്സും പറയാറുണ്ട്. അങ്ങനെ ചില കംപ്ലയിൻസുകൾ ഒന്നാണ് ഞാൻ ഇന്നിപ്പം വായിക്കാൻ പോകുന്നത്. ഹാനിൻ പൂങ്കാടനാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഹേയ്, ഒരു 2017 ഒക്ടോബർ മോഡൽ മാരുതി സ്വിഫ്റ്റ് ഡിസയർ ZXi AMT, അതായത് 2017 വാഹനമാണ്. റൺ അറൗണ്ട് 90,000 കിലോമീറ്റേഴ്സ്, അതായത് 90,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. ആൻഡ് നൗ ഡേയ്സ് എ യെല്ലോ വാർണിംഗ് ലാമ്പ് ഇസ് ബീൻ ഗ്ലോയിങ് ഇൻ ദ ക്ലസ്റ്റർ മീറ്റർ ഇഫ് റൺ അറൗണ്ട് 70 to 80 കിലോമീറ്റേഴ്സ്. അതായത് ഒരു 70 തൊട്ട് 80 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ഓടുന്ന സമയത്ത് ഒരു വാർണിംഗ് ലൈറ്റ്, ഒരു യെല്ലോ വാർണിംഗ് ലൈറ്റ് മീറ്ററിൽ കാണിക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് കണ്ടിന്യൂസ്ലി. ബട്ട് if we just take a break and turn off the engine, the warning lights goes off and again glows after continuous 75 kilometers average. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വാഹനം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ബ്രേക്ക് എടുത്ത് കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്ത് പിന്നെയും ഓടുമ്പോൾ ഈ വാർണിംഗ് ലൈറ്റ് കാണിക്കത്തില്ല ഒരു 75 കിലോമീറ്റർ വരെ. വെൻ ഐ എൻക്വയർഡ് അബൌട്ട് ദിസ് ഇൻ ദ ഷോറൂം, ദേ അഡ്വൈസ്ഡ് മീ ലൈക്ക് ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ ഇൻ എ 6 years old AMT ഗിയർ ബോക്സ് കാർ. ഐ ചെക്ക്ഡ് the owner's manual and found that the warning light was transaxle വാർണിംഗ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഷോറൂമിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു 6 വർഷമായൊരു വാഹനത്തിൽ ഇത് നോർമലായിട്ട് കാണിക്കുന്നതാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ വിട്ടു. അപ്പോൾ ഇത് ശരിക്കും നോർമൽ ആണോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഈസ് ദിസ് നോർമൽ? വിൽ ദെയർ ബി എനി ഇഷ്യൂ ഇൻ ദ ഫ്യൂച്ചർ ഇഫ് ഇറ്റ്സ് നോട്ട് റെക്ടിഫൈഡ് നൗ? ഷുവറായിട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എനിക്കിതിനകത്ത് 2-3 കാര്യങ്ങളൂടെ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ക്ലച്ച് മാറിയിട്ടുണ്ടോ, അതായത് ഈ വാഹനത്തിൻ്റെ ക്ലച്ച് വരുന്നതാണ്, ക്ലച്ച് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ? അതോ എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. കാരണം 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 90,000 കിലോമീറ്റർ ഓടിയ സ്ഥിതിക്ക് ഇതിൻ്റെ ക്ലച്ചിൻ്റെ നോർമൽ രീതിക്ക് വെയർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പ്രത്യേകിച്ച് സിറ്റി ഡ്രൈവ്സോ ഹൈ റേഞ്ച് ഡ്രൈവ്സ് ഒക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ ക്ലച്ചിന് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ക്ലച്ചിൻ്റെ പ്രോബ്ലം കൊണ്ട് തന്നെയാണ് നമ്മൾ വാഹനം കൂടുതൽ ഓടിക്കുമ്പോൾ ഏകദേശം ഒരു 70 to 80 കിലോമീറ്റേഴ്സ് ഒക്കെ ഓടുന്ന സമയത്ത് വാഹനത്തിൻ്റെ ക്ലച്ച് ഹീറ്റ് ആവും. ക്ലച്ച് ഹീറ്റ് ആവുന്ന സമയത്ത് നോർമലായിട്ട് ഈ ഒരു വാർണിംഗ് ലൈറ്റ് അവിടെ ബ്ലിങ്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കത്തി നിൽക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം നമ്മുടെ ക്ലച്ചിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇൻ കേസ് ക്ലച്ചിൻ്റെ കണ്ടീഷൻ കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ക്ലച്ച് റീപ്ലേസ് ചെയ്ത് വിടുക. ഇനി അതല്ല, ഇതിൻ്റെ ഒരു മോട്ടർ യൂണിറ്റ് വരുന്നുണ്ട്, ഒരു ഹൈഡ്രോളിക് മോട്ടർ. ആ മോട്ടറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ മോട്ടർ മാറി വിടുക. കാരണം ഭാവിയിൽ ഇതുകൊണ്ട് പ്രശ്നങ്ങൾ വരാൻ നമ്മുടെ വാഹനം വഴിയിലാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ, ഇനി കാണിച്ചില്ലെങ്കിൽ പോലും ഒന്ന് ജസ്റ്റ് ഞാൻ പറയുന്ന ഒന്ന് ഷോറൂമിൽ കൊണ്ട് കാണിക്കുക. 90,000 ഓടിയുണ്ട്, ഏതായാലും ക്ലച്ച് മാറി വിടുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ക്ലച്ചിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ക്ലച്ച് റീപ്ലേസ് ചെയ്ത് വിടുക. അങ്ങനെയാണെങ്കിൽ ഈ കംപ്ലയിൻറ്റ് പിന്നെ കാണിക്കാതിരിക്കും.